ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി നമ്മോടൊപ്പം തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ റിജിൽ മാക്കുറ്റി, എപ്പോഴും ഈ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഉൾപ്പെടുന്നവരെ അല്ലെങ്കിൽ പ്രതികളെ എപ്പോഴും CPM തള്ളിപ്പറയുകയാണ് ചെയ്യാറുള്ളത്. പാർട്ടിയുമായി യാതൊരു ബന്ധമില്ല എന്ന് പറയും. പക്ഷെ പിന്നീട് അവരെ ചേർത്ത് നിൽക്കും, അവരെ പിന്തുണയ്ക്കും, അവർക്കായി രക്തസാക്ഷി മണ്ഡപം അടക്കം ഒരുക്കും. അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും കാണുന്നത്. 2015 ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട 2 പേർക്കായി അവിടെ രക്തസാക്ഷി മണ്ഡപം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഉദ്ഘാടനം പാർട്ടി സെക്രട്ടറി തന്നെ നടത്താൻ പോവുകയാണ്. ഇതിലൂടെ CPM-ന്റെ കപടത തന്നെയല്ലേ വെളിവാകുന്നത്? തീർച്ചയായും CPM എല്ലാ കാലത്തും ഇത്തരത്തിൽ രക്തസാക്ഷികളാക്കി വെക്കുന്നത് സ്വാഭാവികമാണ്. ഇപ്പം ബോംബ് സ്ഫോടനത്തിൽ ബോംബ് കെട്ടുമ്പോൾ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് ആ ഘട്ടത്തിലൊക്കെ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തള്ളിപ്പറയും, പാർട്ടിയെ ബന്ധമില്ല എന്ന് പറയും. പക്ഷേ അവസാന ഘട്ടത്തിൽ അവരെ സംരക്ഷിക്കാനും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനും അവർക്ക് പരിക്ക് പറ്റിയ ആളുകൾക്ക് ജോലി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ണൂർ സർവ്വസാധാരണമാണ്. ഇപ്പോ ഈ ഒരു സ്തൂപം കെട്ടിയത് അല്ലെങ്കിൽ രക്തസാക്ഷി മണ്ഡപം ആദ്യമായിട്ടൊന്നുമല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു 1998 തോന്നുന്നു പുല്ല്യോട്ട് ഇതുപോലെ വീടിനകത്തുനിന്ന് ബോംബ് കെട്ടുമ്പോൾ 2 ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ആ കൊല്ലപ്പെട്ട ആളുകൾക്ക് വലിയ രക്തസാക്ഷി മണ്ഡപം ഇപ്പൊ കതിരൂരിലെ പുല്ലൂടുണ്ടല്ലോ, അവിടെ രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം നടത്താറുണ്ടല്ലോ എല്ലാ വർഷവും. അപ്പൊ ചെറ്റക്കണ്ടിയിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ബോംബ് പൊട്ടി അങ്ങനെ ബോംബ് കെട്ടി ആളുകളെ കൊല്ലാൻ വേണ്ടി ബോംബ് കെട്ടുമ്പോൾ ആ കെട്ടുന്നതിനകത്ത് പരിക്ക് പറ്റി അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകൾക്ക്, കൊല്ലപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ടുള്ള എല്ലാ സംവിധാനവും സംരക്ഷണവും പാർട്ടി ഒരുക്കാറുണ്ട് എന്നതിന്റെ തെളിവാണ്. ഇപ്പൊ സമീപത്ത് കുന്നോത്തുപറമ്പിൽ ഇതുപോലൊരു ബോംബ് പൊട്ടി ഒരാള് ഡിവൈഎഫ്ഐക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായും അയാൾക്കും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതുകൊണ്ട് CPM തള്ളിപ്പറഞ്ഞതാണെങ്കിൽ പോലും ഈ വരുന്ന അടുത്ത കാലത്ത് നമ്മൾ സൂക്ഷിച്ച് പരിശോധിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവർക്കും തീർച്ചയായും സ്മാരകം പണിയും എന്നെ സംബന്ധിച്ച് തർക്കമില്ല. കാരണം പാർട്ടിക്ക് വേണ്ടിയാണ് ഇവർ ബോംബ് കെട്ടിയത്, പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് ബോംബ് കെട്ടുന്നത്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് കണ്ണൂരിന്റെ പല മേഖലകളിലും കുടിൽ വ്യവസായം പോലെ BJP-യും CPM-ഉം അതോടൊപ്പം തന്നെ RSS-ഉം എല്ലാം ഇതുപോലെ ബോംബ് നിർമ്മിക്കുന്നുണ്ട്. ബോംബ് നിർമ്മിക്കുമ്പോൾ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട ആളുകൾ എല്ലാ പാർട്ടിക്കാരും, ഈ പറയുന്ന RSS-കാരായാലും ഈ പറയുന്ന CPM-കാരായാലും അവരെ സംരക്ഷിക്കുകയും മുന്നോട്ട് പോകുന്ന നിലപാട് തന്നെയാണ് കണ്ണൂരിന്റെ പല മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വർഷം മുമ്പ് കണ്ണൂരിലെ തോട്ടടയിൽ വിവാഹ പാർട്ടിക്ക് നേരെ ബോംബെറിഞ്ഞ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ ബോംബെറിയാൻ വന്നവർ തന്നെ, അതിനകത്തുള്ള ആളുകൾക്ക് തന്നെ ബോംബ് കൊണ്ട് അയാൾ അവിടെ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിന് ശേഷം പാർട്ടിയും CPM ഉൾപ്പെടെയുള്ള DYF ഉൾപ്പെടെ അവരെ തള്ളിപ്പറഞ്ഞു, ആഭാസന്മാരെന്ന് തള്ളിപ്പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം അയാളുടെ ബോഡി വീട്ടിലെത്തിയപ്പോൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ P. ജയരാജനെ പോലുള്ള നേതാക്കന്മാർ അവിടെ എത്തുകയും രക്തപതാക ഉദപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായും ഇത്തരം ഗുണ്ടകളെയും ക്രിമിനലുകളെയും തീറ്റിപ്പോറ്റുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും അവർ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുകയും ചെയ്യുന്നത് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ പാർട്ടി അതിനെ ന്യായീകരിക്കുന്നത് അവർ RSS-ഉമായി നടത്തിയ പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾ എന്നാണ്. അല്ല, ആരായാലും ഞങ്ങൾ പറയാനുള്ളത് ബോംബ് കെട്ടുമ്പോഴാണല്ലോ ഇവര് കൊല്ലപ്പെടുന്നത്. ബോംബ് കെട്ടുമ്പോൾ കൊല്ലപ്പെടുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായും ബോംബ് കെട്ടുക എന്ന് പറയുന്നത് അത് ആളുകളെ കൊല്ലാനല്ലേ. അപ്പൊ അങ്ങനെ ബോംബ് കെട്ടുമ്പോൾ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. CPM-നകത്തും കൊല്ലപ്പെട്ട്, RSS-നും കൊല്ലപ്പെട്ടിട്ടുണ്ട്. RSS-കാരും ഇതുപോലെ കൊല്ലപ്പെട്ട ആളുകളെ സംരക്ഷിക്കലുണ്ട്, അവർക്കെല്ലാം സംവിധാനം ഒരുക്കലുണ്ട്. ഈ 2 പാർട്ടിക്കാരും ബോംബ് വ്യവസായം ഒരു കുടിൽ വ്യവസായം പോലെ കൊണ്ടു നടക്കുന്നവരാണ്. പല പ്രദേശങ്ങളിലും ഇപ്പം ബോംബ് സ്ഫോടനങ്ങൾ നടക്കുകയാണ്. അടഞ്ഞു കിടക്കുന്ന വീടുകളിൽ ബോംബ് പൊട്ടുകയാണ്. ഇപ്പൊ കണ്ണൂരിന്റെ പല മേഖല തെരഞ്ഞെടുപ്പിന് ശേഷവും മുമ്പുമെല്ലാം തന്നെ സർവ്വസാധാരണമായി ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കാണ്. ആ ബോംബ് പൊട്ടിയതിന് ബോംബ് ഉണ്ടാക്കി സൂക്ഷിച്ചതിന്റെ ഭാഗമായി നിരപരാധികളായ ആളുകൾ ആ ബോംബ് തട്ടി പരിക്ക് പറ്റിയത് അമാവാസിയെ പോലെ അതോടൊപ്പം തന്നെ ഉള്ള എത്രയോ ആളുകൾ, അതോടൊപ്പം തന്നെ അന്യ ദേശ തൊഴിലാളികളായ ആളുകൾ, അച്ഛനും മകനും ഉൾപ്പെടെ ഈ ബോംബ് കെട്ടി പരിക്ക് പറ്റി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ബോംബ് നിർമ്മിക്കുക എന്നുള്ളത് CPM-ന്റെയും RSS-ന്റെയും ഒരു കുലത്തൊഴിലായി മാറ്റിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ കാണുന്നത്. അതായത് ഈ അടുത്തിടെ പാനൂർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ പേരിലും ഒരു രക്തസാക്ഷി മണ്ഡപം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം അല്ലെ? എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലായിരിക്കാം, അത് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാം. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ആ രക്തസാക്ഷിയായ ആളെ രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കും. പാനൂരിൽ വലിയ രൂപത്തിൽ രക്തസാക്ഷി മണ്ഡപം CPM തയ്യാറാക്കുന്ന സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ CPM സംരക്ഷിച്ചേ പറ്റൂ. കാരണം പാർട്ടി പറഞ്ഞാണല്ലോ, അവർ പറയുന്നത് ജീവന്റെ ആ ബോംബ് കെട്ടാനും ബോംബ് നിർമ്മിക്കാനും ആ ബോംബ് പെട്ടി പരിക്കേറ്റ ആളുകൾ, കൊല്ലപ്പെട്ട ആളുകൾ, അവിടെ എത്തിയ പ്രതികൾ അവരവിടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് പോയതാണെന്നാണ് പാർട്ടി സെക്രട്ടറി നേതാക്കന്മാരും പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് അന്ന് തള്ളി പറഞ്ഞത്. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാം. ഈ പാനൂരിലെ കുന്നോത്തുപറമ്പിലും ഈ ആളുകൾക്ക് കൊല്ലപ്പെട്ട ഈ CPM-ന്റെ ക്രിമിനലിന് തീർച്ചയായും അവിടെ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുമെന്ന് സംബന്ധിച്ച് തർക്കമില്ലാത്ത കാര്യമാണ്.